നാടിനെ നടുക്കിയ മറ്റൊരു സംഭവം കൂടി. കേരളത്തിൽ ദിനംപ്രതി കുറ്റകൃത്യങ്ങളും അതിക്രൂരതകളും അരങ്ങേറുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. കുറ്റബോധമോ പശ്ചാത്താപമോ ഏതുമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. എന്തിനേയും നിസാരവൽക്കരിക്കുന്ന ഈ തലമുറയിലെ അതിക്രൂരതകൾക്ക് മുന്നിൽ പൊലിഞ്ഞത് മറ്റൊരു ജീവൻ കൂടി. താമരശ്ശേരിയിൽ സംഘർഷത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടർന്ന വിദ്യാർത്ഥി ഷഹബാസ് മരിച്ചിരിക്കുന്നു. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് മരിച്ചത്. എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ഷഹബാസ്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് മരിക്കുന്നത്. അതേസമയം താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്ത്. സംഘർഷത്തിന് ശേഷം ആക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശമടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റാണ് പുറത്തിറങ്ങിയത്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അവന്റെ കണ്ണിപ്പോളില്ല എന്നാണ് സംഘർഷത്തിന് ശേഷം ആക്രമിച്ച വിദ്യാർത്ഥികൾ ചാറ്റിൽ പറയുന്നത്. കൂട്ടത്തല്ലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ല എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദവും ഇക്കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആക്രമണ ആഹ്വാനം നൽകിയത്. എലൈറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശമെത്തിയത്. തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം. ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്ന് ഉമ KP റംസീന നേരത്തെ പറഞ്ഞിരുന്നു. മുതിർന്നവരും സംഘത്തിലുണ്ടായിരുന്നു. ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മുഹമ്മദ് ഷഹബാസിന്റെ ഉമ്മ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി സന്ദേശം അയച്ചു. ഇനിയൊരുമ്മയ്ക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നുമാണ് ഉമ്മ പറയുന്നത്. ഷഹബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം അയച്ചത്. സംഭവത്തിൽ പൊരുത്തപ്പെടണമെന്ന് ആണ് ശബ്ദ സന്ദേശം. സംഭവിച്ചതിൽ ഷഹബാസ് അർഹനാണ് എന്ന തരത്തിലായിരുന്നു ഈ സന്ദേശം. അതേസമയം ഷഹബാസിന്റെ മരണത്തിന് പിന്നാലെ 5 വിദ്യാർത്ഥികൾക്കെതിരെയാണ് പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത്. 11 മണിക്ക് വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കും. ഷഹബാസിനെ നഞ്ചക് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടാതെ താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കും. വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സംഭവം ഏറെ ദുഃഖകരമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഏറെ ഗൗരവകരമായ സംഭവമാണെന്നും കുട്ടികളിലെ അക്രമവാസനയിൽ സംസ്ഥാനതല പഠനം നടത്തുമെന്നും ബാലാവകാശ കമ്മീഷനും പ്രതികരിച്ചു. അതേസമയം ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകിട്ട് ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന് പകരം വീട്ടാനാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തി അടിക്കാൻ തീരുമാനിച്ചത്. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലാത്ത ഷഹബാസിനെ സുഹൃത്താണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് പിതാവ് സ്ഥിരീകരിച്ചത്. എന്നാൽ പുറമേ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതിരുന്ന ഷഹബാസ് രാത്രി ഛർദ്ദിച്ചതോടെയാണ് വീട്ടുകാർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. നില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 പേരെ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.